ഇവിടെ പല ആൾക്കാരും വന്നിട്ട് ഇവിടെ വന്നിട്ട് പോവുകയാണ്, തിരിച്ചു രോഗികൾ വന്ന് തിരിച്ചു പോവുക. ഇവിടെ ഡോക്ടറും ഇല്ല, ഇവിടെ മൊത്തം അഴിമതി തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ മടികളയെന്നൊക്കെ പേര് പെട്ടി ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ വന്നാൽ അവർ കിടത്തൂല ഇവിടെ. പിന്നെ ഈ ശനിയും ഈ മരുന്നൊക്കെ കൊടുക്കുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ വന്ന് കാത്തു കിടപ്പാണ്. 4 മണിയായാലും പോകാൻ പറ്റൂല. മരുന്ന് മേടിക്കണ്ടേ നമുക്ക് BP-യുടെ ഒക്കെ, അതുപോലും കിട്ടുന്നില്ല. നമസ്കാരം. പല ആവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ആസൂത്രണമില്ലായ്മയും അതുപോലെ തന്നെ ധൂർത്തും ബാധിക്കുന്നത് ഈ പറയുന്ന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സൗജന്യ ചികിത്സ തുടങ്ങിയ വളരെ പാവപ്പെട്ടവർക്ക് അർഹമായ പല കാര്യങ്ങളെയുമാണ് ഈ സാമ്പത്തിക നില തകരാറാവുന്നത് മൂലം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിൽക്കുന്നത് മണമ്പൂർ ടൗണിലാണ്. മണമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റിങ്ങലിൽ അടുത്തുള്ള ഒരു സ്ഥലമാണ് മണമ്പൂർ. ഇവിടെ CHS ഹോസ്പിറ്റലുണ്ട്, അത് സർക്കാർ ഹോസ്പിറ്റലാണ്. അവിടെ ഇപ്പോൾ രാത്രികാല സേവനം ഡോക്ടർമാരുടെ. ചേട്ടാ, ഈ ഹോസ്പിറ്റലിൽ രാത്രി ഡോക്ടറില്ലെന്ന് പറയുന്നത് ശരിയാണോ? രാത്രി ഇല്ല, ഡോക്ടർ ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾക്ക് നമ്മളിവിടെ അടുത്തുള്ളതാണ്. രാത്രി എന്നാൽ ഡോക്ടർ ഇല്ല? ഇല്ല ഇല്ല. ആണോ ചേട്ടാ? ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ വീട്. ഇവിടെ പലരും വരുന്നു പോകുന്നു. രാത്രി ഇല്ല. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇല്ല, ഡോക്ടർ സേവനം ഇല്ല. അത് ഇത്രയും വലിയ CHSയിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഇല്ലാതിരിക്കുന്ന വളരെ നല്ലതാണ്. എത്രയോ വാർഡിലെ ജനങ്ങളാണ് ഈ ഹോസ്പിറ്റലിനെ അന്വേഷിച്ച് വരുന്നത്. ചേട്ടാ, ഇവിടെ രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലാതുള്ള ശരിയാണോ? ഇവിടെ ഡോക്ടറും ഇല്ല, ഇവിടെ മൊത്തം അഴിമതി തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ മടികളയെന്നൊക്കെ പേര് പെട്ടി ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ വന്നാൽ അവർ കിടത്തൂല ഇവിടെ. ഇവിടെ ഡോക്ടർ ഇല്ല, അതില്ല ഇതില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിച്ചോടി. അടുത്ത കാലത്തും വിട്ടു. പിന്നെ ചിറയൻകീഴാണ് കൊണ്ടുപോയത്. അതിന് മുമ്പൊരു കേസുണ്ടായപ്പോഴും വല്യൂന്നിലാണ് ഞാൻ കൊണ്ടുപോയത്. അതാണ് ഇവിടുത്തെ പരിസ്ഥിതി. പ്രശ്നമാണ് ഇവിടെ. അവർ പാർട്ടിക്കാർ ഇടവും വല്ലതും ചേർന്നുകൊണ്ടുള്ള കളികൾ തന്നെ, അല്ല വേറെ ഡോക്ടർമാരില്ല. എല്ലാം പഠിക്കുന്ന പ്രൈമറി സ്കൂളാണ്, ഒറിജിനൽ പ്രൈമറി സ്കൂളാണിത്. പഠിക്കാൻ പറഞ്ഞ ഇവിടെ അത് തന്നെയാണ്, അല്ലാതെ ഇവിടെ നടക്കണ മൊത്തം അത് തന്നെയാണ്. നമ്മുടെ ശരീരമൊക്കെ പഠനോപകരണങ്ങളാണല്ലേ, പിന്നെ അല്ലാതെ. പക്ഷേ ഇതുവരെയായിട്ടും എന്താണ് ഒരു ഡോക്ടറെ വെക്കാൻ? നൈറ്റൊക്കെ ഇവിടെ ആൾ വരുന്നുണ്ട്, പാവങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ പനിയും ജലദോഷവും ആക്സിഡൻ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഫർ ചെയ്ത് മറ്റുള്ള ഹോസ്പിറ്റലിലേക്കാണ് വിടുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ വലയ്ക്കാനുള്ള വേലകളാണ്. അമ്മ, ഈ ആശുപത്രിയിൽ രാത്രി ഡോക്ടർ ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? രാത്രി ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു ആശുപത്രിയിൽ. കൊച്ചുങ്ങളെ നോക്കുന്ന ഡോക്ടർമാരില്ല. കാല് വയ്യാതെ നടന്നിട്ട് അമ്മക്ക് അത് കാലിന് നോക്കാൻ ആരും ഇല്ല. എല്ലാത്തിനും ഉള്ള 1-2 ഡോക്ടർമാരുണ്ട്. പിന്നെ ഈ ശനിയും ഈ മരുന്നൊക്കെ കൊടുക്കുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ വന്ന് കാത്തു കിടപ്പാണ്. 4 മണിയായാലും പോകാൻ പറ്റൂല. മരുന്ന് മേടിക്കണ്ടേ നമുക്ക് BP-യുടെ ഒക്കെ, അതുപോലും കിട്ടുന്നില്ല. അയ്യോ, ഭയങ്കരമായ ഇത്. എന്തിനിങ്ങനെ കെട്ടിവാരി ഇട്ടിരിക്കുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനിങ്ങനെ കെട്ടിവാരി സർക്കാർ കൊടുത്ത് പണം കൊടുത്തിട്ടിരിക്കുന്നത് ഈ ഒരു ആശുപത്രി ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത്. രാത്രി കിടക്കാൻ ചെന്ന ആളില്ല. 2 കാലം നടക്കാൻ വയ്യ. അവിടെ ചെന്നാൽ നോക്കിയാണ് മുട്ടിൻ്റെ ഡോക്ടർമാരുണ്ടായില്ല. അത് നമ്മളിഞ്ഞ് വർക്കല പോകണം, അല്ലെങ്കിൽ വലിയ ഒന്നി പോകണം. ഇപ്പം അടുത്ത് മലേറിയയ്ക്ക് വരെ ചികിത്സ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. പുരുഷന്മാർക്ക് വാർഡുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വാർഡുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഡോക്ടർ ആറ്റിങ്ങ ഇരിക്കുന്ന അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാളെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ പ്രസവം വരെ ഉണ്ടായിരുന്നു ഈ മണമ്പൂർ ആശുപത്രിയിനകത്ത്. ഇപ്പം ഇവിടെ എന്തേരുണ്ട്? ഇവിടെ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ സർക്കാർ കുറേ പണം കൊടുത്ത് എല്ലായിടവും കെട്ടി വാരി ഇങ്ങനെ ഇട്ടേക്കുന്നു, ഒന്നിനും ഇല്ല. ചേട്ടാ, ശരി തന്നെ. ഇവിടെ ഹോസ്പിറ്റലിൽ മതിയായ ചികിത്സ ഒരു ഡോക്ടറും രാത്രിയില്ല. എത്രയെങ്കിലും രോഗികളെ വന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നത് പാരിപ്പള്ളി അല്ലെങ്കിൽ ചിറയൻകീഴ് എവിടെയെങ്കിലും കൊണ്ട്. ഇവിടെ ഈ അടുത്തൊരു ആക്സിഡൻറ്റ് വന്നിട്ട് അവർ മരുന്ന് പോലും വെച്ച് കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാണ് ഇവിടെ ഈ 4 സ്റ്റാഫുള്ള രാത്രി വെച്ചിരിക്കുന്നത്? ഡോക്ടറില്ലാതെ സ്റ്റാഫ് എന്തിനാണ്? അവർ ഗേറ്റും പൊട്ടിയിട്ട് ഉറങ്ങുക, മൊബൈലിൽ കളിക്കുക. ഈ ആശുപത്രി കൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് യാതൊരു ഉപയോഗവും ഇല്ല. ഇതായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. മറ കെട്ടി അവർ പോസ്റ്റ്മോർട്ടം നടത്തി. അത്ര നല്ല ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസവം നടന്ന ആശുപത്രിയാണ്. അന്നത്തെ ഫേമസ്. ഇവിടെ നിന്നെല്ലാം ആൾക്കാർ ഇവിടെ വരുമെന്നറിയാം. ഇപ്പം ആണെങ്കിൽ ആൾക്കാരും മടിക്കും. അവിടെ നല്ല ചികിത്സയൊന്നും ഇല്ല, മരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് കാരണമാണ് ഇപ്പോൾ ഈ ഡോക്ടർ സേവനം ഇല്ലാത്തതെന്ന് പറയുന്നത്? അവർ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ളവർ, പൊതുപ്രവർത്തകർ, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോക്ടർമാരുണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. അവർ പിന്നെ ജോലി മതിയാക്കി അവർ പോയി. പോയ സമയത്ത് ഇവിടെ വേറെ ഡോക്ടർമാർ എടുക്കാൻ വേണ്ടി ഇല്ല. അപ്പോൾ നമ്മളത് ചോദിക്കുന്ന ചോദ്യം, ഒരു ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിയിൽ 2 ഡോക്ടർമാരുണ്ടായിരുന്ന ഈ 2 പേരും പോയപ്പോൾ എന്തുകൊണ്ട് അതിന് മുമ്പേ ഉള്ള സംവിധാനം എന്തുകൊണ്ട് ഒരുക്കിയില്ല? നമുക്ക് ഡോക്ടർമാർ വേണം. ഇവിടെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ CHSE ആശ്രയിക്കുന്നത്. ഒറ്റൂർ പഞ്ചായത്ത്, മണമ്പൂർ, കരവാരം,
പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കുറേ ഭാഗങ്ങൾ, കല്ലമ്പലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇതെല്ലാം വരുന്ന രോഗികളെല്ലാം രാത്രി ആശ്രയിക്കുന്ന ICHSC ആണ്. മറ്റുള്ള പഞ്ചായത്തിലെല്ലാം PHSC ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇവിടെ 24 മണിക്കൂർ സേവനമുള്ളത് കൊണ്ട് എല്ലാവരും ഈ വളരെ പാവപ്പെട്ടവരെല്ലാം ഈ ഹോസ്പിറ്റലിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഇവിടെ ഈ ഡോക്ടർ വരാതിരിക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നത് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഇവരെല്ലാം സഹായിക്കുന്നതിനും കൂടിയാണ് ഈ രാത്രി ഡോക്ടർമാരെ ഇവിടെ വയ്ക്കാത്തതെന്നാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് അറിയുവാൻ, അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്കും അറിയാൻ കഴിയുന്നത്. ഒന്നിൻ്റെ കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്. കാരണം ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിന് മാത്രം ഏകദേശം 700-800 രൂപയ്ക്ക് ചിലവാകാറുണ്ട്. അതിൽ കൂടുതലും ആകാറുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രിയെ ഒരു പാവപ്പെട്ട രോഗി സമീപിക്കുകയാണെങ്കിൽ ഒരു മിനിമം 2000 രൂപയെങ്കിലും പോക്കറ്റ് ഇല്ലാതെ സ്വകാര്യ ആശുപത്രിക്ക് പോകാൻ കഴിയില്ല. പണ്ട് മലേറിയയ്ക്കും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം വരെ നടന്ന, പ്രസവം വരെ നടന്ന, അത്രയധികം ഒരുപാട് ദൂരെ നിന്ന് ഒരു ആൾക്കാർ വരുന്ന ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇന്ന് ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയാണ്. എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു തരേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ സർക്കാരാണ്. നമ്മുടെ ആരോഗ്യരംഗം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് കൺമുന്നിലുള്ളത്. വിസ്മയ ന്യൂസിലൻഡ് ക്യാമറമാൻ റജിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.